മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ഇപ്പോ വളരെ വലിയ രീതിയിൽ പലസ്തീൻ ഐക്യദാർഢ്യമൊക്കെ ആയിട്ട് ഹമാസിന് പിന്തുണച്ചുകൊണ്ട് ഒരുപാട് സിനിമാ മേഖലയിൽ നിന്നൊക്കെ ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഷെയ്ൻ നിഗം രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നുണ്ട്, ഓ ഞാന് മനുഷ്യത്വമാണ് പറയുന്നത്, അത് പറയുമ്പോഴേക്ക് എന്റെ മതം നോക്കുന്നത് ശരിയല്ല എന്ന്. പിന്നെ എന്താണോ ബോധമുള്ള ആളുകൾ നോക്കേണ്ടത്? താനൊക്കെ പലസ്തീൻ പിന്തുണ എന്ന് പറഞ്ഞ് മനുഷ്യത്വം വിളിച്ചു പറയുമ്പോ താൻ്റെയൊക്കെ മതം അനുസരിച്ചല്ലാതെ താനൊന്നും വായ തുറക്കാറില്ല എന്നുള്ളത് ബോധമുള്ള സകല ആളുകൾക്കും വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയാൻ സാധിക്കില്ലേ? താനൊക്കെ എവിടെയായിരുന്നു ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് ഹമാസ് എന്ന ഭീകര സംഘടന ഭീകരാക്രമണം നടത്തിയ സമയത്ത് 1200 ആളുകൾ കൊല്ലപ്പെട്ട സമയത്ത് എവിടെ ആയിരുന്നടോ താനൊക്കെ? ഈ മനുഷ്യത്വം പറഞ്ഞ് തന്നെയൊന്നും ഇവിടെ ആരും കണ്ടില്ലല്ലോ. നമ്മുടെ രാജ്യത്ത് നമ്മുടെ കൂടപ്പിറപ്പുകള് പഹൽഗാമില് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തെ ഭീകരര് വന്ന് ഭീകരാക്രമണം നടത്തി നമ്മുടെ രാജ്യത്തെ സഹോദരിമാരുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ച ആ ഭീകരർക്കെതിരെ താനൊക്കെ എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? എന്തേ ആ കൊല്ലപ്പെട്ടവർ ആളുകൾക്ക് മക്കളില്ലേ? ആ മക്കളുടെ അച്ഛനെയല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളത്? ഇതൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ലേ? ഈ ഷെയ്ൻ നിഗത്തെ പോലെയുള്ള ആളുകള് മതത്തിന് വേണ്ടി മതചിന്ത കൊണ്ട് മാത്രമല്ലേ പലസ്തീൻ ഐക്യദാർഢ്യം എന്ന് വിളിച്ചു പറയുന്നത്? അതല്ലെങ്കിൽ നൈജീരിയയില് 2009 മുതൽ 2025 വരെയുള്ള കണക്കെടുത്ത് നോക്കണം, ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അവിടെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, ആയിരക്കണക്കിന് ദേവാലയങ്ങൾ അവിടെ ആക്രമിക്കപ്പെട്ടു. അവിടെ നിരവധി കണക്കിന് ഗാസയേക്കാളധികം കുട്ടികൾ അവിടെ കൊല്ലപ്പെട്ടു. ഇതൊന്നും ഇവർ കാണൂല. ഇങ്ങനെ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളില് ഗാസയേക്കാൾ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നു. അതൊന്നും ഇവിടെ മനുഷ്യത്വം പറഞ്ഞ് ഇത്തരം ആളുകൾ എന്താ രംഗത്തിറങ്ങാത്തത്? ഇപ്പൊ മറ്റൊരു ഏർപ്പാട് തുടങ്ങിയിട്ടുണ്ട് കേരളത്തില്, പേര് വിളിച്ചു പറയൽ. ഗാസയിൽ മരണപ്പെട്ട ആളുകളുടെ പേര് വിളിച്ചു പറയൽ ഒരു സംവിധാനം. അതെന്താ ഏർപ്പാട്? അതില് നിഖില വിമല്, അതേപോലെ തന്നെ സിത്താര, അതേപോലെ തന്നെ ജ്യോതിർമയ്, ഇത്തരം കുറച്ച് ആളുകൾ സിനിമാ മേഖലയിൽ നിന്ന് ഇറങ്ങി രംഗത്തെത്തിയിട്ട് ഇപ്പോ വിളിച്ചു പറയുന്നുണ്ട്, പേര് വിളിച്ചു പറയാ. ഇവരൊക്കെ പച്ചവർഗീയവാദല്ലേ നമ്മുടെ കേരളത്തില് നിരന്തരം തുപ്പിക്കൊണ്ടിരിക്കുന്നത്? ലോകത്തിന്റെ ഏതോ ഒരു കോണിലുള്ള ഒരു വിഷയം, അത് മതത്തിന്റെ പേരിൽ ഒരുപാട് ആളുകൾ ഇവിടെ പിന്തുണക്കുന്നു. എന്നിട്ടും അതിനെയും സിനിമാ മേഖലയിലുള്ള ആളുകൾ വന്നിട്ട് പൊക്കിപ്പിടിച്ച് നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കല്ലേ ഇവരൊക്കെ തന്നെ നിരന്തരം നമ്മുടെ കേരളത്തില് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യത്വം പറഞ്ഞാണോ? ഒരിക്കലല്ല. ഇവരൊക്കെ ജിഹാദികളെ പിന്തുണയ്ക്കല്ലേ? യഥാർത്ഥത്തിൽ ഇവരൊക്കെ മനുഷ്യത്വം പറയുന്ന ആളുകളായിരുന്നെങ്കിൽ ഒക്ടോബർ 7 ഇവർക്കൊന്നും ഒരു ബോധമില്ലായിരുന്നോ? നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്തി 26 പേര് കൊല്ലപ്പെട്ടിട്ട് ആ 26 പേരുടെ പേര് വിളിച്ചു പറയാൻ ഇവർ തയ്യാറായിട്ടുണ്ടോ? പാകിസ്ഥാൻ ഭീകര രാജ്യത്തിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇവരാരെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിഖില വിമല്, അതേപോലെ തന്നെ ജ്യോതിർമയ്, അതേപോലെ തന്നെ സിത്താര, അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പൊ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പേര്. ഇവരൊക്കെ നമ്മുടെ കേരളത്തിൽ പച്ചവർഗീയത തുപ്പിക്കൊണ്ട് പച്ചവർഗീയവാദികളെ പിന്തുണച്ചുകൊണ്ട് നമ്മുടെ കേരളത്തെ ഭിന്നിപ്പിക്കാനല്ലേ ഇവര്, മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാനല്ലേ ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ രാജ്യത്തോ നമ്മുടെ നാട്ടിലോ അല്ലാത്തൊരു വിഷയത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഇങ്ങോട്ടേക്ക് മനുഷ്യത്വം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പലസ്തീൻ മാത്രം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പച്ചവർഗീയവാദികളെ നിങ്ങൾ പിന്തുണച്ച് പ്രീണിപ്പിക്കുകയാണ്. ഒരു തർക്കമില്ലാത്ത വിഷയ. ഈ ഷെയ്ൻ നിഗൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ വലിയ ഇന്റർവ്യൂലൊക്കെ വന്ന് അതൊക്കെ അങ്ങ് കേട്ട് കഴിഞ്ഞാൽ മണ്ടന്മാര് വിശ്വസിക്കൂ. ഓ വലിയ മനുഷ്യത്വം എന്ന് ബോധമുള്ള ആളുകൾ ഇവരെയൊക്കെ പൂച്ചിച്ച് തള്ളില്ലേ? ഇവരൊക്കെ കഫിയ ധരിച്ച് രംഗത്തെത്തും. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയില് ഓൾ ഐസ് ഓൺ റഫ വിളിച്ചു പറയോ. എങ്ങനെ ഈ പറയുന്ന പലസ്തീൻ മാത്രമേ ഇവരൊക്കെ കാണൂ ഹമാസിനെ പിന്തുണയ്ക്കാറ്? ഉള്ളിലെ പച്ചവർഗീയവാദ ഇവരെ തുപ്പിക്കൊണ്ടിരിക്കുന്നത്. ബോധമുള്ള ആളുകൾ ചിന്തിക്കണോ? ഇവിടെ ലോകത്ത് ഒരുപാട് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ട്. അതൊന്നുമില്ല. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യത്തെ പൊക്കിപ്പിടിക്കുന്നുണ്ട്. ഹമാസ് എന്ന ഭീകര സംഘടനയെ തീർക്കണം.
ഇസ്രായേലിലും പാലസ്തീനിലെയും സാധാരണക്കാർക്കും കുട്ടികൾക്കും സമാധാനം ഉണ്ടാവണം. ഇതാ നമ്മൾ പൊക്കിപ്പിടിക്കുന്നത്. ഇസ്രായേൽ എന്ന രാജ്യം ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് പടവരുന്നത്. ഹമാസ് എന്ന ഭീകര സംഘടനയെ തീർക്കാന്. ആ ഹമാസ് എന്ന ഭീകര സംഘടന തീരാത്തിടത്തോളം കാലം ലോകത്തൊരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഗാസൻ ജനതയ്ക്ക് സമാധാനം ഉണ്ടാവില്ല. ഗാസൻ കുട്ടികൾക്ക് സമാധാനം ഉണ്ടാവില്ല. കാരണം ഈ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിനെ പോയിട്ട് ചൊറിയും, അവിടെ ആക്രമണം നടത്തും, അവരെ കൊലപ്പെടുത്തും, എന്നിട്ട് എലികളെ പോലെ മാളത്തിലേക്ക് ഒളിക്കും. അവരെ പിന്തുണയ്ക്കാൻ കുറെ ഭീകരർ ഇറങ്ങും. അവർക്ക് അവരെ കുട്ടികളെ കുറിച്ച് ഒരു ബോധമില്ല, അവരെ സാധാരണക്കാരെ കുറിച്ച് ഒരു പ്രശ്നമില്ല. അവർക്ക് ജിഹാദ് ഉണ്ടാക്കിയാൽ മതി ലോകത്ത്, എന്നിട്ട് സകലതും നശിപ്പിക്കാം. അങ്ങനെയുള്ളൊരു വിഭാഗത്തെ പിന്തുണയ്ക്കാൻ ഇവിടെ സിനിമാ മേഖലയിൽ കുറെ ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. അല്ല, ഇവന്മാരുടെയൊക്കെ സിനിമ ഗാസയിലാണ് റിലീസ് ആവാറുള്ളത്. ഗാസയ്ക്ക് വേണ്ടിയാണ് ഇവർ സിനിമ എടുക്കാറുള്ളത്. ഇവിടെ ഓരോ ആളുകളും വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. സിനിമാ മേഖലയിൽ ഈ പറയുന്നത് പോലെ 4-5 ആളും നല്ലുള്ളത്. ഒരുപാട് ആളുകളുണ്ട്, അവരാരും ഇതുപോലെ രംഗത്തൊന്നും ഇറങ്ങുന്നില്ല. ഇതുപോലെ പച്ചവർഗീയത മനസ്സിന്റെ ഉള്ളിലുള്ള ആളുകളും പച്ചവർഗീയവാദികളെ പ്രേരിപ്പിച്ച് മുന്നോട്ട് പോകുന്നവരും മാത്രമേ ഇതുപോലെ രംഗത്തിറങ്ങുന്നുള്ളൂ. ഇത് മലയാളികൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. എന്തിനാണ് അങ്ങ് ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ നടക്കുന്ന ഒരു വിഷയത്തെ ഇവിടെ കൊണ്ടുവന്ന് വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ച് ഭിന്നിപ്പുണ്ടാക്കുന്നത്? ഇവരിങ്ങനെ വർഗീയവാദം വിളിച്ചു പറയുന്നത് കൊണ്ടാണ് യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ നിരന്തരം വിളിച്ചു പറയേണ്ടി വരുന്നത്. ഇവിടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാൻ സൈനികം ഉൾപ്പെടെ ഇത്തരം ആളുകൾ വളരെ വലിയ ശ്രമം നടത്തുന്നുണ്ട്. ഇതൊക്കെ സകലരും ബോധത്തോടു കൂടി തന്നെ ചിന്തിക്കേണ്ടതാ. ഇവിടെ കുറെ പേരിടൽ ആളുകൾ, ഇതിന് കേരളത്തിലെ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇവര് വോട്ട് പ്രകടനത്തിന് വേണ്ടി രംഗത്തെത്തും. സിനിമാ മേഖലയിലുള്ളവര് അവരുടെ ആ ഒരു സ്റ്റാറ്റസ് വലുതാക്കാൻ വേണ്ടിയിട്ട്, കേരളത്തിലെ ജിഹാദികൾക്കിടയിൽ ഒരു വില കിട്ടാൻ വേണ്ടിയിട്ട് അവരെ പ്രീണിപ്പിക്കുക. എന്നിട്ട് കുറെ ആളുകളെ ഇവരാരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വരും. സൈനികപ്പ് പുതിയ സിനിമ ഇറക്കിയിട്ടുണ്ട്, അതാരും ശ്രദ്ധിക്കുന്നില്ല. ആ സിനിമയായി ബന്ധപ്പെട്ടൊരു ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പച്ച വർഗീയവാദം തുപ്പുക. ഇവരോരോ സിനിമ ഇറക്കുന്ന സമയത്ത് വന്ന് പച്ച ഇങ്ങനെ തുപ്പും. ഏത് നെറികേടാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഇവരൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യത്വം പറയുന്നവരാണെങ്കിൽ ഒക്ടോബർ 7 ഇവർ കണ്ണു കണ്ടില്ല. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരർക്കെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. നമ്മുടെ 26 പേർക്ക് വേണ്ടി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. നമ്മുടെ ധീര സൈനികര് നമ്മുടെ രാജ്യാതിർത്തിയില് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോ അവർക്ക് വേണ്ടി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. നമ്മുടെ ധീര ജവാന്മാര് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തോട് നിരന്തരം പോരാടുക. അവർക്ക് നേരെ പാകിസ്ഥാൻ ഭീകരര് ആക്രമണം നടത്താറുണ്ട്. അതറിയൂല. നമ്മുടെ രാജ്യത്തെ സൈനികരുടെ മനുഷ്യത്വം ഇവർക്ക് പ്രശ്നമല്ല. പഹൽഗാമിൽ നമ്മൾക്കിടയിലെ നമ്മുടെ കൂടപ്പിറപ്പുകള്, നമ്മളിൽപ്പെട്ട 26 പേര് കൊല്ലപ്പെട്ടിട്ട് ഒരുത്തരും ഇവിടെ വന്ന് പേര് വിളിച്ചു പറയുന്നില്ല. ഒരുത്തരും ഇവിടെ ഒരു പിന്തുണയില്ല. ഇവർക്ക് ഗാസയിലേക്കും റഫയിലേക്കും മറ്റിടത്തേക്കുമാണ് ഇവർക്ക് നോട്ടുണ്ടാവുകയും പേര് വിളിച്ചു പറയലും. ഇവരൊക്കെ നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കുകയാണ്. പച്ചവർഗീയതയാണ് പറയുന്നത്, പച്ചവർഗീയവാദികളെയാണ് പിന്തുണക്കുന്നത്. ഹമാസ് ഭീകരർക്ക് വേണ്ടിയാണ് ഇവരൊക്കെ രംഗത്ത് ഇറങ്ങുന്നത് എന്നുള്ളത് സകലരും തിരിച്ചറിയുക. യഥാർത്ഥത്തിൽ മനുഷ്യത്വം പറയുന്ന ആളുകള് രണ്ടു ഭാഗത്തെയും, ഇസ്രായേലിലെയും അതേപോലെ തന്നെ പാലസ്തീനിലെയും സാധാരണക്കാർക്കൊന്നും സംഭവിക്കരുത് എന്നാണ് പറയേണ്ടത്. ഹമാസ് എന്ന ഭീകര സംഘടന ഇല്ലാതാവണം. ഹമാസ് എന്ന ഭീകര സംഘടന കയ്യിൽ വെച്ച ബന്ദികളെ അതുൾപ്പെടെ ഇവിടെ ഇതുവരെയായിട്ട് ഇവരാരും ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഇതൊക്കെ തന്നെ സകലരും തിരിച്ചറിയുക.